ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്കിങ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫിഷ് മോളിയുടേതാണ്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. അതിനായി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ മിക്സ് ചെയ്ത് മീൻ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഉലുവയിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം അല്പം പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഇനി ഇതിലോട്ട് അല്പം കറിവേപ്പില ചേർക്കാം. ഇനിയൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് സവാള നീളത്തിന് അരിഞ്ഞത് ചേർക്കാം. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഉപ്പും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായി മൂത്ത് പോവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിൽ അടുത്ത മസാലയൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം മീൻ ഇതിലോട്ട് കിടുമ്പോൾ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി ഒരു അല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പും ചേർത്ത് ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മുടെ കറിയൊക്കെ തിളച്ച് ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റാണ് ചേർക്കേണ്ടത്. അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയുടെ 3-ാം പാലാണ് ചേർക്കേണ്ടത്. 3-ാം പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. മീൻ പൊടിയാതെ വേണം ഇളക്കാൻ. ഇനി ഇതൊന്ന് സെറ്റായതിന് ശേഷം നമുക്കിതിലോട്ട് 2-ാം പാൽ ചേർക്കാം. 2-ാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക് എന്നിവ ചേർക്കാം. ഇതുകൂടെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഞാനിവിടെ ചതച്ച കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നാരങ്ങ നീര് ചേർക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് 1-ാം പാൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിലാണ് ഇരുന്നത് കേട്ടോ. വീഡിയോയിൽ നേരെ കാണാത്തതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ അടിപൊളി ഫിഷ് മോളിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. See you in next video. Bye bye. Take care.